ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി നിയമിതനായ നഹാസ് പത്തനംതിട്ടയുടെ വീട്ടിൽ നിന്ന് 2023 2 കിലോ കഞ്ചാവ് പിടികൂടിയിരുന്നു. നഹാസിനെ ആഭ്യന്തരമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതിൽ ശക്തമായ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐ രേഖപ്പെടുത്തിയത്. വിഷയത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ബി നിസാം സുജു ടി ബാബുവിനോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ ഗുഡ് മോർണിംഗ് കേരളത്തിൽ. നമുക്ക് ആദ്യം സുജുവിലേക്ക് പോകാം. സുജു, നോക്കൂ, ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ വളരെ വലിയ രീതിയിൽ ആഭ്യന്തരമന്ത്രിയായി ചാർജ് എടുത്ത ഉടൻ തന്നെ രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞ ഒന്നാണ് ഓപ്പറേഷൻ തൂഫാൻ. അതിങ്ങനെ വളരെ സജീവമായി നടക്കുന്നു. അതിനൊക്കെ നേതൃത്വം നൽകുന്ന ആഭ്യന്തരമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായിട്ടാണ് വീട്ടിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ ഒരാൾ കടന്നുകൂടുന്നത്. എത്രത്തോളം വിരോധാഭാസമാണ് കാര്യങ്ങൾ, അല്ലേ? തീർച്ചയായിട്ടും വലിയ വിമർശനമാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വരുന്നത്. ഡിവൈഎഫ്ഐയും അക്കാര്യത്തിൽ വലിയ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ട്. വസ്തുതയാണ് 2023 നഹാസ് പത്തനംതിട്ടയുടെ വീട്ടിൽ നിന്ന് കഞ്ചാവ് 2 കിലോ പിടിയിട്ടുണ്ട്. സഹോദരനാണ് ആ കേസിൽ പ്രതിയും. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഈ വിഷയത്തിൽ ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കൂടി വിമർശനം ഉന്നയിച്ചിരുന്നു. കള്ളനെയാണോ താക്കോൽ ഏൽപ്പിക്കുന്നതാണ് ഡിവൈഎഫ്ഐ നേതാവ് ജില്ലാ സെക്രട്ടറി ബി നിസാം ചോദിച്ചത്. നിസാമോടെ ചേരുകയാണ്. നിസാം, വലിയ പ്രതിഷേധമാണല്ലോ ഈ നഹാസ് പത്തനംതിട്ടയ്ക്കെതിരെ, എന്താണ് അടിസ്ഥാനം? തീർച്ചയായിട്ടും വലിയ പ്രതിഷേധമാണ്. ഇവിടെ നഹാസ് പത്തനംതിട്ട എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ ചെന്നിത്തല ഇപ്പോൾ നാട്ടിൽ ലഹരി മരുന്ന് വേട്ടയാണ് നടത്തുന്നത്, നല്ല കാര്യം. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഓഫീസിലെ സ്റ്റാഫായി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നഹാസ് പത്തനംതിട്ടയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് 2023 2 കിലോ കഞ്ചാവുമായി പോലീസ് എക്സൈസ് സംഘം പിടികൂടിയത്. ഞങ്ങൾ പറയുന്നതല്ല, അതിൻ്റെ ഏഷ്യാനെറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ വാർത്ത. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് ജിതിൻ കഞ്ചാവ് കേസിലെ പ്രതിയാണ് നിരവധി തവണ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ നിരവധി തവണ ലഹരി മരുന്ന് കേസുമായി ബന്ധപ്പെട്ട് വണ്ടി ഇടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചു. അതെ, അത് ഈ അടുത്ത സമയത്താണ് എക്സൈസ് ഓഫീസറെ വണ്ടി ഇടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ച സംഭവം. അങ്ങനെയുള്ള ഒരാളെ അതിനൊക്കെ എല്ലാ പിന്തുണയും കൊടുക്കുന്ന നഹാസ് പത്തനംതിട്ട എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ രമേശ് ചെന്നിത്തലയുടെ ഓഫീസിലെ സ്റ്റാഫാക്കി തീരുമാനിച്ചിരിക്കുന്നത് അപമാനകരമല്ലേ? അപമാനം. കള്ളനെ താക്കോലേൽപ്പിച്ചതാണ്, വളരെ അപമാനകരമാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഡിവൈഎഫ്ഐ ഉണ്ടാക്കും. ഈ വിഷയത്തിൽ ഇപ്പോൾ നഹാസ് പത്തനംതിട്ട സുഹൃത്ത് ജിതിനെ നേരത്തെ കഞ്ചാവ് പിടിച്ച സംഭവം, അനിയൻ, അങ്ങനെ ഈ ലഹരി മാഫിയായിട്ട് വലിയ ബന്ധമാണോ നഹാസിനുള്ളത്? വലിയ ബന്ധമാണ് ഉള്ളത്. അതുകൊണ്ടല്ലേ നഹാസിൻ്റെ വീട്ടിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് പിടിക്കുന്നു. താൻ അറിഞ്ഞില്ലെന്നൊരിക്കലും പോലും പറയാൻ കഴിയില്ലല്ലോ. നഹാസിൻ്റെ അടുത്ത സുഹൃത്ത് ജിതിൻ നിരവധി തവണ ഈ കഞ്ചാവുമായി പോലീസ് പിടിക്കുന്നു. അപ്പോൾ ഇത്തരം സംഘങ്ങളുമായി വലിയ ബന്ധമാണ്. ആ ബന്ധമുള്ള ആളെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായ ഇത്തരം ഒരാളെയാണ് രമേശ് ചെന്നിത്തലയുടെ ഓഫീസിൽ സ്റ്റാഫായി തീരുമാനിച്ചിരിക്കുന്നത്. ഭാവിയിലെ നമ്മുടെ കേരളത്തിലെ പോലീസിന്, പത്തനംതിട്ടയിലെ പോലീസിന്, എക്സൈസിന് എങ്ങനെ മാന്യമായി ജോലി ചെയ്യാൻ സാധിക്കും? അവരെയൊക്കെ നിയന്ത്രിക്കുന്ന ആളായി നഹാസ് പത്തനംതിട്ട മാറിയാൽ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലാകെ കഞ്ചാവ് മാഫിയ വലിയ തോതിൽ അവരുടെ പ്രവർത്തനം വളരെ സജീവമായി കൊണ്ടുപോകും. അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഡിവൈഎഫ്ഐ ഉയർത്തും. ഞാൻ മനസ്സിലാക്കുന്നു കോൺഗ്രസിനുള്ളിൽ നിന്ന് പോലും വലിയ എതിർപ്പാണ് തോന്നില്ല ഈ വിഷയത്തിൽ. ഇതൊരു പരസ്യമായ രഹസ്യമല്ലേ? അദ്ദേഹത്തിന് കഞ്ചാവ് മാഫിയായിട്ട് വലിയ ബന്ധമുണ്ട്, ലഹരി മരുന്ന് മാഫിയായിട്ട് ബന്ധമുണ്ടെന്ന് നാട്ടിലാകെ പാട്ടാണ്. കോൺഗ്രസ് പാർട്ടിയിലെ ആളുകൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് വ്യാപകമായി പൊതുജനങ്ങൾക്കിടയിൽ ചർച്ചയാണ്. അപ്പോൾ ഇത് അപമാനകരമായ സംഭവമാണ്. ഇത്തരത്തിൽ ബന്ധമുള്ള ഒരാളെ രമേശ് ചെന്നിത്തലയുടെ ഓഫീസിലെ സ്റ്റാഫാക്കി തീരുമാനിക്കുന്നത് പ്രതിഷേധാർഹമാണ്, അപമാനകരമാണ്. ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാവും. തീർച്ചയായിട്ടും പ്രതിഷേധം ഉണ്ടാവും. കള്ളനെ താക്കോലേൽപ്പിച്ചത് വളരെ അർത്ഥവത്തായി തന്നെയാണ് പറഞ്ഞത്. ഇത് ഇത്തരം കച്ചവടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ തന്നെ രമേശ് ചെന്നിത്തലയുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഓഫീസിൻ്റെ സ്റ്റാഫായി മാറുന്നത് പ്രതിഷേധാർഹമാണ്. ഡിവൈഎഫ്ഐ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. വലിയ പ്രതിഷേധമാണ് ഡിവൈഎഫ്ഐയുടെ ഭാഗത്തുനിന്ന്. സാമൂഹിക മാധ്യമങ്ങളെല്ലാം തന്നെ ഈ പ്രതിഷേധം നമുക്ക് കാണുവാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഈ പേഴ്സണൽ സ്റ്റാഫ്, ഗവൺമെൻറ് ലീഡർ തുടങ്ങിയ നിയമനങ്ങളിലൊക്കെ വലിയ വിവാദമാണ്. ഇപ്പോൾ 2 ആളുകൾ രാജിവെച്ച സാഹചര്യങ്ങളുണ്ട്. അങ്ങനെ UDF ഭരണത്തിൽ VD സതീശൻ ഭരിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായി ഉൾപ്പെട്ടിരിക്കുന്ന നഹാസ് പത്തനംതിട്ടയുടെ വീട്ടിൽ നിന്ന് 2.5 കിലോ കഞ്ചാവ് പിടികൂടി എന്നുള്ള വസ്തുത തന്നെയാണ്. അത്തരം ഒരാളെ പേഴ്സണൽ സ്റ്റാഫിൽ ഉൾപ്പെടുത്തിയതിനെതിരെയാണ് വിമർശനം ഉയരുന്നത്. സിന്ധൂരി.